ഈ വരാൻ പോകുന്ന 10th പ്രിലിംസ് എക്സാം, ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകൾ, ആ പരീക്ഷകളിൽ പരീക്ഷയ്ക്ക് വരുന്നത് മാത്രം പഠിച്ച് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഒരു സർക്കാർ ജോലി മേടിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്, എൻ്റെ അനുഭവത്തെ മുൻനിർത്തിയാണ്. ഞാൻ നിരവധി PSC പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റിലെത്തിയിട്ടുണ്ട്, സർക്കാർ ജോലി മേടിച്ചിട്ടുണ്ട്, സർക്കാർ ജോലിയിലായിരുന്നു. രണ്ടാമത്തേത്, കഴിഞ്ഞ 25 വർഷക്കാലമായി ഞാൻ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ PSC കോച്ചിങ് നടത്തിയിട്ടുണ്ട്. സർവീസിൽ നിന്ന് ലീവ് എടുത്ത് ചിലപ്പോൾ ഫ്രീ ആയി കഴിഞ്ഞ 4 വർഷമായി 5ഓളം വർഷമായി ജോലി രാജിവെച്ച്, ജോലി റിസൈൻ ചെയ്ത് ഞാൻ എവിടെ തന്നെയാണ്? PSC കോച്ചിങ് രംഗത്താണ് ബഹുഭൂരിഭാഗം സമയം. പിന്നെ ഞാൻ മാത്സ് ക്ലാസ്സാണ് എടുക്കുന്നത്, എൻ്റെ സബ്ജക്റ്റ് മറ്റുള്ള കുട്ടികൾക്ക്. അപ്പോഴൊക്കെ PSC കിട്ടിയ ആളുകളുടെ അനുഭവം എന്താണ്, അവരുടെ പ്രത്യേകത, ഇതിനെ മുൻനിർത്തിയാണ് എൻ്റെ ക്ലാസ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഡെയിലി യൂട്യൂബ് വീഡിയോ ക്ലാസ് ഉണ്ട്. ആ യൂട്യൂബ് വീഡിയോ ക്ലാസ്സിനനുസരിച്ചിട്ട് ഓരോ ദിവസവും എക്സാം ഉണ്ട്, ഓൺലൈൻ എക്സാം. ഒരു യൂട്യൂബ് വീഡിയോ മാത്രമല്ല, ഒന്നൊരു എക്സാം. അതുപോലെ തന്നെ വീക്കിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക പർട്ടിക്കുലർ സബ്ജക്റ്റിനെ നിർത്തിക്കൊണ്ട് 2 സ്ട്രീമായിട്ടാണ്. ഇപ്പോൾ വരുന്ന പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് ഫ്രീ ആയിട്ടാണ്. അതിനോടൊപ്പം തന്നെ 2025 കൂടി ഫുള്ള് സിലബസും പഠിച്ചെടുക്കുക എന്നുള്ള ടാർഗറ്റ് വെച്ചുകൊണ്ട് ഒരു 1-2 ആഴ്ച നീളുന്ന ഒരു പർട്ടിക്കുലർ വിഷയം എടുത്തുകൊണ്ടുള്ള പഠനം. അതൊന്നും ഞാൻ മെറ്റീരിയൽ ഒന്നും തരില്ല, പക്ഷെ അവസാനം അതിൽ പഠിക്കാനുള്ളത് ചില ദിവസങ്ങളിൽ തരും, അത് പഠിച്ചെടുക്കുക. ഒപ്പം ഈ എന്തുണ്ട്, ക്രാഷ് കോഴ്സിൻ്റെ ക്ലാസ്സുകൾ ദിവസം ഉണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്ന് വന്ന PSC ചോദ്യങ്ങളെ മുഴുവൻ ഉൾപ്പെടുത്തിയ ഒരു ലൈവ് ക്ലാസ്, അതിൻ്റെ PDF നോട്ട്, ഡെയിലി PSC അപ്ഡേറ്റുകൾ എല്ലാം കൂടി ചേർന്നാണ് ഈ ഫ്രീ കോഴ്സ്. ചേരേണ്ടവർ വാട്സപ്പിലൂടെയാണ്. അവിടെ എന്ത് ചെയ്യുക, ലിങ്ക് ഉണ്ട്, അതിലൂടെ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ആദ്യമായി പറയുന്നത് 5 തന്ത്രങ്ങളാണ്. ഈ 5 തന്ത്രങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് 2025 തന്നെ ഒരു സർക്കാർ ജോലി ഉറപ്പിക്കാൻ പറ്റും. 5 പോയിന്റ്സ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക, അവസാനം വരെ കാണുക. ഒന്നാമത്തേത് പറയുമ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയെ പരിചയപ്പെടുത്തി തരാം. ഞങ്ങൾ നാട്ടിൽ ഇതുപോലെ ഒരു സംവിധാനം നടത്തുമ്പോൾ, അതായത് ഞങ്ങളുടെ നാട്ടിൽ സർക്കാർ ജോലിക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഒരു സ്ഥാപനം ആരംഭിച്ചു. ഞങ്ങളുടെ ക്ലാസ്സുകൾ ഫ്രീ, മറ്റ് അധ്യാപകർ വരുമ്പോൾ അവർക്ക് പൈസ കൊടുക്കണം. അതിനൊരു ഫീ, വളരെ നേരിയ ഫീ. 36 പേരാണ് ചേർന്നത്. അതിലൊരാൾ ഞങ്ങളിൽ നിന്നൊരു 15 കിലോമീറ്റർ അകലെ വളാഞ്ചേരി പട്ടണത്തിൽ നിന്ന് വന്ന ഒരാളാണ്. പക്ഷേ അയാൾക്ക് +2 യോഗ്യത മാത്രമേ ഉള്ളൂ. ബാക്കി 2 ആളുകൾ BTech ആണ്. ബാക്കിയുള്ളവരൊക്കെ PG, ഡിഗ്രി, പോളി ഡിപ്ലോമ ഒക്കെ ഉള്ള ആളാണ്. ഇവൻ 10ാം ക്ലാസ്സിൽ കഷ്ടിമുഷ്ടി വീണു, +2വിൽ തട്ടിപ്പരട്ടി വീണു. അങ്ങനെ പാരലൽ കോളേജിൽ BA ഇംഗ്ലീഷാണ്. 2ാം വർഷ വിദ്യാർത്ഥിയാണ്, അവസാന വർഷ വിദ്യാർത്ഥിയാണ്. ആദ്യത്തെ വർഷത്തെ റിസൾട്ട് വന്നു, ഒറ്റ പേപ്പറും കിട്ടിയിട്ടില്ല. പക്ഷേ 8 മാസം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു. അയാൾ മാത്രമാണ് ആ ലിസ്റ്റിലുണ്ടായിരുന്നത്. പിന്നീട് ആ 36 പേരിൽ 4 പേർക്ക് കൂടി ജോലി കിട്ടി. ഒരാൾക്ക് പോലീസിലാണ്, ബാക്കി 3 പേർക്ക് എവിടെ തന്നെയാണ്, മറ്റേ ഇതിൽ തന്നെയാണ്, എന്താ പറയുക, 2 ആൾ പഞ്ചായത്തിലും 1 ആൾ റവന്യൂവിലും ആയിട്ടാണ് അന്ന് കിട്ടിയത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ആദ്യം കിട്ടിയത് ആർക്കാ? അതിൽ ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾ. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതിലൊരു ഘടകമേ അല്ല, അത് വിചാരിച്ചിരിക്കുക. ക്വാളിഫിക്കേഷൻ കൂടുമ്പോഴാണ് ഒരു അപകടം പതിയിരിക്കുന്നത്. അത് നിങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഞാൻ പറയാം. വിവരം കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. അത് കൂടാതെ ഇപ്പം ഞാൻ എങ്ങനെ ജോലിയിലെത്തി അതും കൂടി പറഞ്ഞ് നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ഞാൻ കുറേ കാലം, വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളൊക്കെ PSC പരീക്ഷ എഴുതുന്നത്. അന്ന് ഇത്ര കടുത്ത മത്സരമില്ല, പക്ഷെ മത്സരമുണ്ട്. വീട്ടിൽ കുത്തിയിരുന്ന് പഠിക്കുന്നവരുണ്ട്. ഞങ്ങളൊക്കെ ട്യൂഷൻ മാഷന്മാരാണ്. അന്ന് ജോലിയിൽ കയറിയ ബഹുഭൂരിഭാഗം പേരും അതാത് ട്യൂഷൻ സെൻ്ററുകളിലെ അധ്യാപകന്മാരായിരിക്കും. നിങ്ങൾ നോക്കിയാൽ അറിയാം. എന്താണ് അവരുടെ പ്രത്യേകത? അവരൊന്നിച്ചിരുന്ന് പഠിച്ചിരുന്നോ? ഇല്ല. മറിച്ച് എന്താ ഒരു പ്രത്യേകത? അവർ പഠിപ്പിച്ചിരുന്നു. എന്താ പഠിപ്പിച്ചിരുന്നു? എൻ്റെ വിഷയം മാത്സ് ആണെങ്കിലും ഞാൻ എല്ലാ വിഷയവും പഠിപ്പിച്ചിരുന്നു. അതന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതല്ലാതെ മാത്സ് മാത്രം, ഫിസിക്സ് മാത്രം, കെമിസ്ട്രി മാത്രം പഠിപ്പിച്ചു പോയവർ, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലുള്ള ചില ആളുകൾ മാത്സ് എടുക്കാത്തവർ, അങ്ങനെയുള്ള അധ്യാപകർക്കൊന്നും കിട്ടിയിട്ടുമില്ല. എല്ലാം പഠിപ്പിച്ചവർ. ഞങ്ങൾ ഹിന്ദി ഒഴികെ എല്ലാം എടുത്തിരുന്നു. ഹിന്ദി എടുക്കാൻ അന്നൊന്നും ഹിന്ദി ടീച്ചർ തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നും ആരെങ്കിലും ഹിന്ദി കൈവയ്ക്കും തോന്നുന്നില്ല.
പക്ഷെ ഇംഗ്ലീഷ് എടുക്കും, മാത്സ് എടുക്കും, ഫിസിക്സ് എടുക്കും, കെമിസ്ട്രി എടുക്കും, സോഷ്യൽ സയൻസ് എടുക്കും, ബയോളജി എടുക്കും. രാത്രി പകലാക്കി പഠിച്ചെടുക്കും. അതൊരു രസമാണെന്ന്. ഇങ്ങനെയുള്ളവരൊക്കെ സർക്കാർ ജോലിയിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ 36 പേർക്ക് കൊടുത്തത് എന്താ? SCERT ടെക്സ്റ്റ് ബുക്ക്. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചത് എന്താ? SCERT ടെക്സ്റ്റ് ബുക്ക്. അവിടെയാണ് അതിൻ്റെ മന്ത്രം ഇരിക്കുന്നത്. നിത്യഹരിത നായകനാണ് PSC പരീക്ഷയിൽ SCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് പഠിച്ചിട്ട് മതി മറ്റൊന്നിലേക്ക് എടുത്ത് ചാടൽ. നിങ്ങൾ ഏത് പരീക്ഷയിലും എടുത്തു നോക്കിക്കോ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഞങ്ങളുടെ കാലത്ത് റാങ്ക് ഫയൽ ഇന്നത്തെ പോലെ പ്രൊഫഷണൽ അല്ല. അതിൽ SCERT പാഠഭാഗങ്ങളില്ല. അത് കുത്തിയിരുന്ന് പഠിച്ചവർക്ക് ജോലി കിട്ടിയിട്ടില്ല. അവർ ഞങ്ങളെക്കാൾ ബുദ്ധിമാന്മാരാണ്, ഞങ്ങളെക്കാൾ കൂടുതൽ എഫർട്ട് എടുത്തവരാണ് PSC കിട്ടാൻ വേണ്ടി. ഞങ്ങളെക്കാൾ കൂടുതൽ അക്കാദമിക് ആയിട്ട് എക്സലന്റ് ആയിട്ടുള്ള ആളുകളുമായിരുന്നു. എന്താ സീക്രട്ട്? SCERT. ആരാ നിത്യഹരിത നായകൻ? SCERT ടെക്സ്റ്റ്. നിങ്ങൾ എത്ര പേർ സിലബസിനനുസരിച്ചുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു? സോ ദ ഫസ്റ്റ് റൂൾ, നോ യുവർ സിലബസ്. സിലബസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആ സിലബസിനനുസരിച്ച് ചോദ്യങ്ങൾ വരുന്നത് ഉറവിടം എന്താണ്, സോഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതാണ് ആദ്യത്തെ റൂൾ. ആ ആദ്യത്തെ റൂൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ? അപ്പൊ സോഴ്സ് ഏതാ? 3 സോഴ്സേ ഉള്ളൂ പ്രധാനമായും. പിന്നെ നാലാമത്തെ ഒരു സോഴ്സും കൂടി പറയാം. 3 സോഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് SCERT ടെക്സ്റ്റ് ബുക്ക്, രണ്ടാമത്തേത് 2000 മുതൽ 2024 വരെയുള്ള PSC ചോദ്യങ്ങൾ പഠിച്ചിരിക്കണം. ശ്രദ്ധിക്കണ്ടോ? ഇല്ല. 2000-ലൊക്കെ PSC ചോദ്യം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോഴാണ് കൂടുതൽ എക്സാമുകൾ ഒരു വർഷത്തിൽ നടക്കാൻ പോകുന്നത്. ഞാൻ സത്യമാണ് പറയുന്നത്. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. അപ്പൊ 2000 മുതൽ ഇന്നേ വരെ ചോദിച്ച PSC ചോദ്യങ്ങൾ. മൂന്നാമത്തേത് സാക്ഷരതാ മിഷന്റെ 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുമുള്ള തുല്യതാ പരീക്ഷയ്ക്കുള്ള പാഠപുസ്തകങ്ങൾ. ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റാവുന്നത്, വളരെ ക്വിക്കായിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം അതാണ് പഠിച്ചെടുക്കേണ്ടത്. നമുക്ക് ഒരുപാട് മാർക്ക് കിട്ടും. മാത്രമല്ല, ഔട്ട് ഓഫ് സിലബസ് എന്ന് കരുതുന്ന നിങ്ങളുടെ പല ചോദ്യങ്ങളും അവിടെ നിന്നാണ് വരുന്നത്. ഒരു PSC പരീക്ഷയിൽ സിലബസിന് പുറത്തുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. എല്ലാം കൂടി ഒരു 5 മുതൽ 10 ചോദ്യങ്ങളാണ് സാധാരണ ഒരു 10th ലെവൽ എക്സാമിന് പുറത്ത് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? മനോരമ, തൊഴിൽ വീതി, മാതൃഭൂമി, തൊഴിൽ വാർത്തയും പറയും 5 ചോദ്യങ്ങൾ പുതിയവ, 6 ചോദ്യങ്ങൾ പുതിയവ. ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 18 ചോദ്യങ്ങൾ പുതിയവ, 45 ചോദ്യങ്ങൾ പുതിയവ. കണ്ടിട്ടില്ലല്ലോ. എന്തേ നിങ്ങൾ അതൊന്നും പഠിക്കാത്തത്? എന്താണ് നിങ്ങൾ എന്തിനാണ് പുതിയ വിവരങ്ങളെ തേടി പാഞ്ഞു പോകുന്നത് കറണ്ട് അഫയേഴ്സിലൊഴികെ? നോ യുവർ സിലബസ്. ആ സിലബസിനനുസരിച്ച് അതിൽ നിന്നുള്ള SCERT പാഠഭാഗങ്ങൾ പഠിക്കുക. ഒപ്പം 7ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും സാക്ഷരതാ മിഷന്റെ പുസ്തകത്തിൽ നിന്ന് ആവശ്യമുള്ളത് മുഴുവൻ പഠിച്ചെടുക്കുക. പ്ലസ് മുൻകാല ചോദ്യ പേപ്പറുകൾ അതും പഠിച്ചെടുക്കുക. കഴിഞ്ഞു. ഇത് പഠിച്ചെടുക്കാൻ ഇത്ര അധികം കാലും വേണ്ട. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക, അത് പഠിക്കുക. അപ്പൊ കറണ്ട് അഫയേഴ്സോ? കറണ്ട് അഫയേഴ്സിന് PSC ബുള്ളറ്റിൻ, മനോരമ, മാതൃഭൂമി, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, ആകാശവാണി വാർത്തകൾ, ഈ 4നെയും ആശ്രയിച്ചാൽ കറണ്ട് അഫയേഴ്സിലെ ഫുള്ള് മാർക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല പ്രസിദ്ധീകരണങ്ങളും ഉണ്ട്. ഞാൻ പറയാത്തതൊന്നും വീക്കിലി അല്ലല്ലോ. ഉണ്ടെങ്കിൽ അത് ആശ്രയിച്ചാലും മതി. അതിൽ നിന്ന് വേണ്ടതെടുത്ത് എഴുതുക. നിങ്ങളുടേതായ ഒരു നോട്ട് ഉണ്ടാക്കുക. ഒന്നാമത്തെ കാര്യം പിടികിട്ടിയോ? 35 പേര്, അവർക്ക് വലിയ അറിവായിരുന്നു തുടക്കത്തിൽ. കണ്ണി കണ്ടത് മുഴുവൻ വാരി വലിച്ചു പഠിച്ചു. ഞങ്ങൾ PSC രംഗത്തേക്ക് അവരെ എത്തിച്ചു. അപ്പോഴാണ് അവർ അതിനെക്കുറിച്ച് പരിശോധിച്ചു. അപ്പൊ ഇതിനേക്കാൾ വലിയ സ്ഥാപനങ്ങളുണ്ടെന്ന് കരുതും, അവിടെ പോവും, അവിടത്തെ പഠിക്കും. അതുകൂടാതെ വേറെ പഠിക്കും, വേറെ 100 റാങ്ക് ഫയൽ വാങ്ങും. ആട് ഇല കടിച്ചതുപോലെ എവിടെയും എത്തില്ല. നമ്മൾ SCERT പാഠഭാഗങ്ങൾ മാത്രം അന്നത്തെ ക്ലാസ് പഠിച്ചു. മുൻകാല ചോദ്യ പേപ്പറുകളും പഠിപ്പിച്ചു. ഈ ആള് വളാഞ്ചേരിക്കാരൻ അത് മുഴുവൻ പഠിച്ചു. ഓൻ കയറി, ഓൻ പറഞ്ഞു ഞാൻ അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബാക്കി 3 ആള് പിന്നീട് അത് ഫോളോ ചെയ്തു. 4 ആള് അവർക്കും കിട്ടി. അവർ ബുദ്ധിയിൽ വിദഗ്ധന്മാരല്ല, മറ്റുള്ളവരുടെ അത്ര എഫർട്ട് എടുത്തിട്ടില്ല. ആണ് ഞാൻ ആദ്യം പറഞ്ഞ ആളുകളുടെ കുഴപ്പം. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടായിരിക്കണം മക്കളെ. ചിലര് 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, ഇത് 3ഉം കൂടിയ പരിപാടി. ഇത് 3 എക്സാം ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. 3 നിലവാരമുള്ള എക്സാം ആണ്. 3നുമുള്ള അപ്രോച്ച് ഡിഫറൻ്റ് ആയിരിക്കണം. 3നുമുള്ള അപ്രോച്ച് ഡിഫറൻ്റ് ആയിരിക്കണം. ഡിഗ്രി ലെവൽ എക്സാമുകളിൽ കൺസെപ്റ്റിന് വളരെ പ്രാധാന്യമുണ്ട്.
അതുകൊണ്ട് തന്നെ അവിടെ പ്രിസൈസ് ആയിട്ടുള്ള നോളേജിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വിപുലമായ കാഴ്ചപ്പാട്, ആ വിഷയങ്ങളോടുള്ള നിങ്ങളുടെ സമീപനം, അതിനോടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതും കൂടി ഉൾക്കൊള്ളുന്നതാണ്, അതിൻ്റെ പശ്ചാത്തലമൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ 10th ലെവൽ എക്സാമുകൾ പലപ്പോഴും പ്രിസൈസ് ആയിട്ടുള്ള നോളേജാണ് നിങ്ങൾക്ക് വേണ്ടത്. 10th ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റൈലിൽ ഡിഗ്രി ലെവലിന് പോയാൽ നിങ്ങൾ എവിടെ എത്തില്ല. ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ 10th ലെവൽ എക്സാമിന് പോയാൽ നിങ്ങൾ എവിടെ എത്തില്ല. എവിടെയാണ് നിങ്ങളുടെ ഫോക്കസ് എന്നാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ഏത് ഫോക്കസും നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ അതിനനുസരിച്ചുള്ള പഠന ശൈലിയായിരിക്കണം. സാധാരണ സ്വപ്നങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ 10th ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫസ്റ്റിൽ നല്ലത്. പിന്നീട് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിക്ക് മേടിച്ചോ, എല്ലാ എക്സാമും എഴുതിക്കോ. പക്ഷേ നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ 90% ചെലവഴിക്കേണ്ടത് ആദ്യം ഒന്നിലായിരിക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും. 10th ലെവലിനുള്ള പഠിത്തമല്ല ഡിഗ്രി ലെവലിന്. ഡിഗ്രി ലെവൽ പഠിക്കുന്ന ഒരാൾ 10th ലെവലിന് പഠിച്ചാൽ കിട്ടൂല. കാരണം കോമ്പറ്റീഷൻ കൂടി. അതുകൊണ്ട് അനുസരിച്ച് ഫോക്കസ്ഡ് ആയിരിക്കണം. ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തേത്, ഇത് രണ്ടും സിലബസ് എന്താണെന്ന് അറിയാം, സോഴ്സ് എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഫോക്കസ് 10th ലെവൽ എക്സാമുകൾക്കാണെങ്കിൽ ഞാൻ പറയാം, 10th ലെവൽ എക്സാമുകൾക്ക് അത് മാത്രം ഞാനൊന്ന് വളരെ പെട്ടെന്ന് പരിചയപ്പെടുത്തി തരാം. 10th ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഒരു 10th ലെവൽ എക്സാമിന് മാത്രം പ്രിപ്പയർ ചെയ്യരുത്, എല്ലാ 10th ലെവൽ എക്സാമിനും പ്രിപ്പയർ ചെയ്യണം. കാരണം സിലബസ് ഏറെക്കുറെ സമാനമാണ്. അത് ഡിഗ്രി ലെവലിനാണെങ്കിലും പ്ലസ് 2 ലെവലിനാണെങ്കിലും യൂണിഫോം പോസ്റ്റിനാണെങ്കിലും. അതിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബിവറേജസ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ. 2025 മാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. ഇതിന്റെ ഭാഗമായി 20,000 ഒഴിവുകളാണ് വരുന്നത്. അവിടേക്കാണ് പോസ്റ്റിംഗ് നടക്കാൻ പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ചില്ലറ ഒഴിവല്ലല്ലോ. ഒരൊറ്റ എക്സാമിന് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യരുത്. ആ ലെവൽ എക്സാമുകൾക്ക് മുഴുവൻ പ്രിപ്പയർ ചെയ്യണം. ഏറെക്കുറെ സിലബസ് സമാനമാണ്. അത് രണ്ടായോ. കൺസിസ്റ്റൻസിയാണ് മൂന്നാമത്തേത്. എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ? സ്ഥിരത. 8 മണിക്കൂർ പഠിക്കും ചിലവരോ, 9 മണിക്കൂർ പഠിക്കും, 10 മണിക്കൂർ പഠിക്കും, ആവേശ കമ്മറ്റിക്കാർ. എന്നിട്ടോ ഒരാഴ്ച കഴിഞ്ഞാൽ തളരും. പലപ്പോഴും നെഗറ്റീവ് വരും. കാരണം സോഷ്യൽ കണക്ഷൻ ഉണ്ടാവില്ല, ബന്ധങ്ങൾ ഉണ്ടാവില്ല. അപ്പം തളരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പമുള്ള ഒരാൾ ചോദിക്കും ഇതൊക്കെ കിട്ടുമെന്ന് ചോദിക്കും. അത് മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കും. അത് ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരും. നെഗറ്റീവ് തികട്ടി വന്ന് പഠനം ഇടും എന്നിട്ട് കൊളാവും. പിന്നെ എക്സാം വരുമ്പോൾ വീണ്ടും ഒന്ന് നീക്കും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കൺസിസ്റ്റൻസിയും വേണം, ഇൻ്റഗ്രേറ്റഡ് വേണം. സമഗ്രമായിരിക്കണം നിങ്ങളുടെ പഠന രീതി. ചിലർ ഫിസിക്സ് ഉപേക്ഷിക്കും, കെമിസ്ട്രി ഉപേക്ഷിക്കും, ബയോളജി ഉപേക്ഷിക്കും, മാത്സ് ഉപേക്ഷിക്കും, സോഷ്യൽ സയൻസ് മാത്രം, ജോഗ്രഫി മാത്രം. കെമിസ്ട്രിയും ഫിസിക്സും സോഷ്യൽ സയൻസും ബയോളജിയും ഒക്കെ പഠിച്ചെടുക്കുക എന്ന് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനുള്ള മെത്തേഡുകളുണ്ട്. എല്ലാം പഠിക്കണം, ഏതെങ്കിലും ഒന്നല്ല. അതുകൊണ്ട് കൺസിസ്റ്റൻസിയും ഈ ഇൻ്റഗ്രേഷൻ, സമഗ്രമായ അപ്രോച്ച് ഉണ്ടാവാൻ നിങ്ങൾക്കൊരു ലേണിംഗ് പ്ലാൻ വേണം. വെറുതെയുള്ള ലേണിംഗ് പ്ലാൻ അല്ല. എല്ലാ വിഷയങ്ങളും കൃത്യസമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കുന്നതിനുള്ള ഒരു ലേണിംഗ് പ്ലാൻ വേണം. അതൊരു ഡെയിലി ലേണിംഗ് പ്ലാൻ ആക്കി മാറ്റണം. ആ ഡെയിലി പ്ലാനിങ്ങിനനുസരിച്ചിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യണം, ഞാൻ എവിടെ എത്തി, അതുകൊണ്ട് വൈകുന്നേരം ഒരു എക്സാം ചെയ്യണം. ഇതിനൊക്കെ ഒട്ടനവധി സോഴ്സുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സോഴ്സുകൾ തന്നെ ഉണ്ട്. അത് ആശ്രയിച്ചാൽ മതി, കാശില്ലാത്തവർ. ഓക്കെ, മൂന്നെണ്ണായോ? നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പഠിച്ച കാര്യം ഓർമ്മയിൽ നിർത്തണം. എന്നിട്ട് മതി പുതിയ കാര്യത്തിന്റെ പിന്നാലെ പോലെ. പഠിച്ച കാര്യം ഓർമ്മയിൽ നിർത്തണം. ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് പോയി കാണാൻ ഏത് കാര്യവും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ഒരു സാധാരണ മനുഷ്യന് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകാം. ഞാനൊരു ഉദാഹരണം, ഓർമ്മയില്ല എന്ന് വിചാരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ കഥ എടുക്കുക. നിങ്ങൾക്ക് ആൺകുട്ടികൾ ഒരൊറ്റ കഥയെ പറയുള്ളൂ. പെൺകുട്ടി അവരുടെ ഭർത്താവിന്റെ പേര് ആലോചിക്കൂ. ഭർത്താവിന് അനിയനോ അനിയത്തിയോ ഉണ്ടോ എന്ന് ആലോചിക്കൂ. അനിയത്തിയുടെ ഭർത്താവിന്റെ പേരോ ആലോചിക്കൂ, അല്ലെങ്കിൽ ചേച്ചിയുടെ ഭർത്താവ്. ആ ഭർത്താവിന്റെ അനിയന്റെ പേരുണ്ടെങ്കിൽ അനിയന്റെ പേരാലോചിക്കൂ. അവരുടെ മക്കളുടെ പേരാലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് കയ്യിലുണ്ടാവൂടോ? ഇങ്ങനെ നിങ്ങൾക്ക് 1500 2000 ആളുകളുടെ പേരെഴുതാൻ, അവരുടെ റിലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, ഓർമ്മയെ നിർത്താനുള്ള തന്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ അർജൻസി സിൻഡ്രോമിലാണ്. കൂടുതൽ പഠിക്കണം. അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ പോകുന്നില്ല.
ഞാൻ സത്യം പറയാണ്, സങ്കടം തോന്നണ്ട. പഠിച്ചത് ഉറപ്പിക്കുക, ഓർമ്മയിൽ നിർത്തുക. അതിന് ഒരുപാട് ടെക്നിക്ക് ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന ടെക്നിക്ക് ഉണ്ട്, അതിനപ്പുറത്തുള്ള ടെക്നിക്ക്. അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. 4 ആൻഡ് ദ 5th റൂൾ, ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. നിങ്ങൾ സ്റ്റേ പോസിറ്റീവ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പോസിറ്റീവായിരിക്കണം. ഓക്കെ, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പോസിറ്റീവായിരിക്കണം. അത് മാത്രമല്ല, സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഫോക്കസ്ഡ് ആയിരിക്കണം എക്സാമിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ലേണിംഗ് പ്ലാൻ, ആ ലേണിംഗ് പ്ലാനിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തുണ്ടാവണം? നിങ്ങൾ മോക്ക് എക്സാമുകൾ ചെയ്യണം നിരന്തരമായിട്ട്. ആ മോക്ക് എക്സാം വിലയിരുത്തിക്കൊണ്ട് അവിടെ പഠനം നടത്തണം. അപ്പൊ ഇവിടെ ഫോക്കസ് ആവും തന്നെത്താൻ. നിങ്ങൾ ഇതൊക്കെ ഇന്റർറിലേറ്റഡാ. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം, നിങ്ങളെ സന്തോഷപ്പെടുത്തുന്ന ഒരു ഗോള്, അല്ലാതെ വെറുതെ സർക്കാർ ജോലിയിൽ എത്തുക എന്നുള്ളതല്ല. ആ സർക്കാർ ജോലി കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് അക്കംപ്ലിഷ് ചെയ്യാൻ ആദ്യം ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടായിരിക്കണം. അതിലേക്കുള്ള യാത്രയായിരിക്കണം. ഒരിക്കലും എനിക്ക് ജോലി കിട്ടുമെന്ന് വിചാരിക്കരുത്. ജോലി കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷ എഴുതണം. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. പഠിക്കാൻ എന്ത് പഠിക്കണം? അതാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ, വീട്ടിൽ കല്യാണം നിശ്ചയിച്ചതുപോലെ കാശില്ലെങ്കിൽ നടത്താറില്ലേ? അതാ തീരുമാനം ഉണ്ടാവണം. തീരുമാനിച്ച ആർക്കും കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞവൻ, അവനെക്കുറിച്ച് എന്താണ് ഞാൻ പിന്നീട് പറയാത്തത്? അവൻ തിരിച്ചു വരുമ്പോൾ അവൻ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയി. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ചെമ്പിക്കൽ വെച്ചിട്ടായിരുന്നു. പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് ആള് ജോയിൻ ചെയ്തത്. അവൻ എന്താ പറയാ, വരുമ്പോൾ പെട്ടെന്നൊരു ലോറി വന്നിടിച്ച് എന്ത് ചെയ്യാണ്, മരണപ്പെടുകയാണ്. പോട്ടെ. അപ്പൊ നമ്മൾ അവിടെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 5 തന്ത്രങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എക്സാം സമയത്തും പോസിറ്റീവായിരിക്കണം. എക്സാം സമയത്ത് സ്ട്രെസ് ഉണ്ടെങ്കിൽ അവിടെ പോകും മാർക്ക്. ഈ 35-36 വയസ്സായ ഒരു പരീക്ഷയിൽ നന്നായി പഠിച്ചിട്ട് തോറ്റു പോകാറുണ്ട്. കാരണം അത് അവസാനത്തെ എക്സാം ആണെന്ന വിചാരം. ഓക്കെ, ആ മൈൻഡ് സെറ്റ് ആയിട്ടാണ് പോകണമെങ്കിൽ ആപ്പീസ് കൂട്ടും. ഒരു പരീക്ഷയ്ക്ക് മാത്രം വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള അപകടമാണ്. ഓക്കെ, അതുകൊണ്ട് സ്റ്റേ പോസിറ്റീവ്. പഠിക്കുന്ന സമയത്തും പോസിറ്റീവ് ആയിരിക്കണം, അപ്പോഴാണ് ഓർമ്മയിൽ നിൽക്കുള്ളൂ. സ്റ്റേ പോസിറ്റീവ്. നമുക്ക് സ്ട്രെസ് ഇല്ലാതെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ കഴിവാണ്, മറ്റാരെയും ആശ്രയിച്ചിട്ടല്ല. നിങ്ങൾക്ക് 100 കാരണം കണ്ടെത്താം സ്ട്രെസ് ആവാൻ. പക്ഷേ സ്ട്രെസ് ഇല്ലാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അവനവന് സമാധാനം വേണമെന്ന്. സർക്കാർ ജോലി കിട്ടിയാലും നിങ്ങൾക്ക് ഈ സ്ട്രെസ് ഉണ്ടാവും. സർക്കാർ ജോലിയിൽ ക്ലാസ്സിൽ എക്സാം എഴുതണോൻ സ്ട്രെസ് ഉണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കാരണം കണ്ടെത്തും സ്ട്രെസ്സിന്. സ്ട്രെസ് ഉണ്ടാവാതിരിക്കാൻ ഒരൊറ്റ റീസണേ ഉള്ളൂ, എനിക്ക് കാമായിരിക്കണം. ഇന്ന് എൻ്റെ ദിവസത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ്, ഭാവിയെ പോലെ തന്നെ എനിക്ക് സമാധാനമായിട്ടിരിക്കണം എന്നുള്ള ചിന്തയാണ് വേണ്ടത്. അപ്പം നിങ്ങൾ 10 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നത് 4 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കും. കാര്യം പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് അവസാനത്തെ ഒരു കാര്യം, സമപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാം. ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ബാക്കിയുള്ളവരൊന്ന് കേട്ടിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഞാൻ അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 25 വർഷക്കാലമായിട്ട് PSC കോച്ചിങ് ഫീൽഡിലുണ്ട്. ഞാൻ PSC എക്സാമുകൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റേതായ 3 കോഴ്സുകളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഈ SCERT, PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ്, മുൻകാല ചോദ്യപേപ്പറുകൾ 2000 മുതൽ 2024 വരെ, അതുപോലെ തന്നെ മാതൃഭൂമി തൊഴിൽ വീതി തൊഴിൽ വാർത്തയിൽ വരുന്ന കറണ്ട് അഫയേഴ്സ്, ആകാശവാണിയിൽ വരുന്ന വാർത്തകൾ, അതിലെ കറണ്ട് അഫയേഴ്സ്, അങ്ങനെ 10th ലെവൽ എക്സാമിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഓരോരോ പർട്ടിക്കുലർ സബ്ജക്റ്റ് ആക്കി നിർത്തിക്കൊണ്ട് എൻ്റെ ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ റെക്കോർഡ് ക്ലാസ്, അതിൽ ലൈവ് ക്ലാസ് ഇല്ലേ, എൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. ഒരു ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ട്, ഡെയിലി എക്സാം ഉണ്ട്, കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ ഉണ്ട്, അതിൻ്റെ PDF നോട്ടുകളുണ്ട്. ഒരു റാങ്ക് ഫയലിൻ്റെ വില പോലും ഇല്ല, 499 രൂപയാണ് ഒരു വർഷത്തേക്ക്. ഇതിൻ്റെ ഒരു എഫർട്ടിന് ഞാൻ എടുത്ത അഫോർഡബിൾ പ്രൈസ് ആണ്. ഇതിൻ്റെ ഒരു എഫർട്ട് ഉണ്ടല്ലോ, ആ എഫർട്ടും നിങ്ങൾക്ക് പറ്റാവുന്നതും. ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ്, മറ്റുള്ളവരെ പോലെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടല്ല നിൽക്കുന്നത്. ക്ലിയർ? അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ വരുമാനം കിട്ടിയേ പറ്റൂ.
പക്ഷേ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് 499 രൂപ. നിങ്ങൾ മറ്റ് ചിലവുകളൊന്ന് പിടിച്ചാൽ ആർക്കും ചേരാവുന്നതാണ്. ലൈവ് ക്ലാസ് ഇല്ലാന്നേ ഉള്ളൂ. എൻ്റെ ലൈവ് ക്ലാസ്സിലേക്ക് ഞാൻ ആളുകളെ ചുരുക്കാറുണ്ട്. ഇത് മറ്റേത് നിങ്ങൾക്ക് മാസം 100 രൂപ അടച്ചിട്ടും ജോയിൻ ചെയ്യാം. ഒരു റാങ്ക് ഫയൽ വിത്ത് വീഡിയോ ക്ലാസ് വിത്ത് ലേണിംഗ് പ്ലാൻ അങ്ങനെ ആലോചിച്ചാൽ മതി. 499 രൂപയേ ഉള്ളൂ. മാസത്തിന് 100 രൂപ മാത്രമേ ഉള്ളൂ, മാസം വെച്ച് അടക്കുകയാണെങ്കിൽ. ഇനി 1200 രൂപയ്ക്ക് ലൈവ് ക്ലാസ്സുകൾ കിട്ടും. ആ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു സ്റ്റാഫ് ഉണ്ട് ഇതിനു വേണ്ടി വിളിക്കുന്നവർ. ഒരാളെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇതിനേക്കാൾ കുറഞ്ഞ് കിട്ടാനുണ്ട് എന്നുള്ളത്. ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞു. കേരളത്തിലെ ഏത് പ്രശസ്ത സ്ഥാപനവും കൊടുക്കുന്ന എല്ലാ കോമ്പണൻസും ഞങ്ങൾ 10th ലെവൽ എക്സാമിന് കൊടുക്കുന്നുണ്ട്. കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്ന് പറയില്ല. ഞാൻ ഇത്ര കാലമായല്ലോ ഈ ഫീൽഡിൽ, ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇന്നും താരിഫ് ഇതിനെക്കാട്ടും താഴ്ന്നിട്ടല്ല, അതെനിക്കറിയാം, ഇതിൻ്റെ മുകളിലാണ്. ഈ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് മെൻറ്ററിങ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ മെൻറ്ററിങ് എൻ്റയർലി ഡിഫറൻറ്റാണ്. പക്ഷെ നിങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന അതേ മെൻറ്ററിങ് ഈ ലൈവ് ക്ലാസ്സിലേക്ക് ഞാൻ എന്തുകൊണ്ട് ആളെ കുറയ്ക്കുന്നു? 1200 ആക്കിയിട്ടുള്ളത്. അത് മറ്റ് സ്ഥാപനങ്ങളെക്കാൾ കുറവാണ്. എന്തുകൊണ്ട്? 2 കാരണം കൊണ്ടാണ്. ലൈവിൽ ഒരാളിനോട് സംശയം ചോദിച്ചാൽ ആ സംശയം തീർത്തിട്ടേ ഞാൻ അടുത്തേക്ക് പോവുള്ളൂ. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. ഒരാൾ സംശയം ചോദിച്ചാൽ ഞാൻ അത് കഴിഞ്ഞിട്ടേ അടുത്തേക്ക് പോവുള്ളൂ. ക്ഷമയുള്ളവർ മാത്രം വന്നാൽ മതി. നിങ്ങൾ സംശയം ചോദിച്ചാലും അത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ നമ്മുടെ ഡൗട്ട് ക്ലിയറിങ് അത് മാത്രമാണ്. പിന്നെ നമ്മൾ 1-2 ആഴ്ച കൂടുമ്പോൾ ടോട്ടൽ എല്ലാവരും കൂടി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പിൽ നമ്മുടെ ഡിസ്കഷൻ നടക്കും. ഇനി ഞങ്ങളുടെ ഗോൾഡൻ ബാച്ച് ഉണ്ട്. ആ ഗോൾഡൻ ബാച്ച് എന്ന് പറയുന്നത് ഈ 100 പേർക്ക് മാത്രമാണ്. 100 പേർക്ക് മാത്രമുള്ളൊരു ബാച്ച്. നിലവിൽ 25 കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ 25 കുട്ടികളുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ഇനി അടുത്ത 25 കുട്ടികൾക്കുള്ള ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. വളരെ വേഗം ജോയിൻ ചെയ്യുക. വിത്തിൻ 1 or 2 വീക്സ് നമ്മൾ 25 ക്ലോസ് ആവും, എനിക്ക് ഉറപ്പുണ്ട്. അത് നിങ്ങൾക്ക് വേഗം ജോയിൻ ചെയ്യാം. മൊത്തം ഇനി 75 സ്ലോട്ടാണ് ബാലൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ 8000 രൂപയാണ് കോഴ്സ് ഫീ ഇട്ടിട്ടുള്ളത്. അതിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 5 എണ്ണവും നിങ്ങൾക്ക് കൃത്യമായി ഡയറക്ഷൻ തന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നിങ്ങളോടൊപ്പം ഉണ്ടാവും ഞാനും എൻ്റെ ടീമും. ഞാൻ മാത്രമാണ് ക്ലാസ് എടുക്കുന്നത്, വേറെ ആരുമില്ല. പക്ഷേ ഹെൽപ്പിന് വേണ്ടി നമുക്ക് 2 പേരടങ്ങിയ വേറൊരു ടീമും ഉണ്ട്. ആ ടീം നിങ്ങളൊപ്പം ഉണ്ടാവും. ക്ലിയർ? അത് നിങ്ങളെ ഓരോ 200 പേർക്ക് ജോലി എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വരുന്ന 2025-2026 ആകുമ്പോഴേക്കും ആദ്യത്തെ ബാച്ച് നിങ്ങളാണ്. 100 പേരുടെ ആകെ 200 പേരെ നമ്മൾ ഇതിൽ കൊള്ളുന്നുള്ളൂ. 2026 ആകുമ്പോഴേക്കും 2025-ൽ 100 പുതിയ ആളുകൾ, അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ 100 പേർക്ക് ജോലി ഉറപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ തീരുമാനം മാത്രം ഉണ്ടായാൽ മതി. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. പക്ഷെ ഞങ്ങളെ വിശ്വാസം വേണം. ആ വിശ്വാസമുള്ളവർ മാത്രം വന്നാലും മതി. എന്തുകൊണ്ട് ഞാൻ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ പോരെ. ഞങ്ങൾക്കായിട്ടൊരു കുട്ടീനെ കാണിക്കാനില്ല. കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ടാണ് വിൻഡോജു PSC കോച്ചിങ് രംഗത്തേക്ക് എത്തിയിട്ടുള്ളൂ. അതിൽ ഫുൾ ഫ്ലഡ്ജ്ഡ് ക്ലാസ്സുകളായി മാറിയിട്ടുള്ളത് കഴിഞ്ഞ മാസം മുതലാണ്. ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ട് 10th ലെവൽ എക്സാമുകൾക്ക് മാത്രമുള്ള എല്ലാ മെറ്റീരിയലുമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ബാച്ചിൻ്റെ തുടക്കം. ഇതുവരെ ഞങ്ങൾ 300 രൂപയുടെ 400 രൂപയുടെ മാക്സിമം പോയാൽ, പല ഏജൻസികളും ഞങ്ങളുടെ കോഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം പോയാൽ ഞങ്ങൾ മേടിച്ചിരുന്നത് എത്രയാണ്? അധിക പേരും ഒരാളിൽ നിന്ന് മാത്രമാണ്. ബാക്കി അധിക പേരിൽ നിന്നും 300, 400 തൊട്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് 700, 800 രൂപയാണ്. മറ്റതൊക്കെ ഏജൻസികൾക്ക് കൊടുക്കുകയായിരുന്നു. ഇപ്പം ഞങ്ങളുടെ തന്നെയാണ്. മറ്റ് ഏജൻസികൾക്കൊന്നും കൊടുക്കാനില്ല. ഞങ്ങളുടെ സ്വന്തം പ്ലാറ്റ്ഫോമാണ്, ഞങ്ങളുടെ സ്വന്തം സംഭവമാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം, മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. അതും കൂടി പറഞ്ഞു നിർത്താം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് 4999 രൂപയ്ക്ക് കിട്ടും. മറ്റ് 2 കോഴ്സുകൾക്കും നിങ്ങൾക്ക് ലിങ്കിലൂടെ പ്രവേശിക്കാം. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ നിർബന്ധമായും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരിക്കണം ഈ 4999 ബാച്ചിലേക്ക്. എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ കിട്ടും. മറ്റ് 2ലേക്കും നിങ്ങൾക്ക് അവിടെ ലിങ്ക് തന്നിട്ട് ആ പേയ്മെൻറ്റ് ലിങ്കിലൂടെ ചേരാം. അപ്പം ഹായ് ഫ്രണ്ട്സ്, എനിക്ക് അവസാനമായി ചോദിക്കാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക, ഒരു PSC കോച്ചിങ്ങിൻ്റെ അഫോർഡബിൾ പ്രൈസ് എന്തായിരിക്കും?
നിങ്ങൾ എങ്ങനെയുള്ള ഒരു PSC കോച്ചിങ് ആണ് ആരംഭിക്കുന്നത്? ജസ്റ്റ് താഴെ നിങ്ങളുടെ കമന്റ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എത്ര രൂപയാണ് മുടക്കാൻ സാധിക്കുക? അതിനനുസരിച്ച് ഒരു കോഴ്സ് ഞാൻ നടത്തുമെന്നല്ല പറയുന്നത്, ശ്രമിക്കാം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തു തരികയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു കോഴ്സ് വരാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ 5 പോയിന്റ് മറക്കണ്ട. 5 പോയിന്റുകൾ നിങ്ങൾക്കറിയാലോ. നോ യുവർ സിലബസ്, അതുപോലെ തന്നെ പാഠസാമഗ്രികൾ, ചോദ്യങ്ങൾ വരുന്ന മറ്റേ സോഴ്സ് അറിയുക. രണ്ടാമത്തേത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൺസിസ്റ്റൻസി. മൂന്നാമത്തേത് ലേണിംഗ് പ്ലാൻ. നേരത്തെ കൺസിസ്റ്റൻസിക്ക് ഞങ്ങൾ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വന്തമായൊരു സിസ്റ്റം ഉണ്ട് നിങ്ങൾക്ക് പഠനം ഒരു ശീലമാക്കാൻ. നാലാമത്തേത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഫോക്കസ് ആണ്. അഞ്ചാമത്തേത് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേ പോസിറ്റീവ്. ഇതെല്ലാം അടങ്ങിയതാണ് നമ്മുടെ അവസാനത്തെ കോഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പണി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും 2025 നിങ്ങൾ സർക്കാർ ജോലി ഉറപ്പിച്ചിരിക്കും. എല്ലാവർക്കും നല്ല ആശംസകൾ. അപ്പോൾ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.